ഹായ് ഹലോ നമസ്കാരം. മനുഷ്യനുണ്ടായ കാലഘട്ടം മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചൂഷണമാണ് ആത്മീയതയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലവിധ വീഡിയോസുകളും സോഷ്യൽ മീഡിയ വഴി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും അല്ലെങ്കിൽ മനുഷ്യപരിണാമത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, മനുഷ്യൻ ജനിച്ച അല്ലെങ്കിൽ മനുഷ്യനോട് ഉത്ഭവിച്ച കാലം തൊട്ട് തന്നെ പല വിധത്തിലുള്ള തട്ടിപ്പുകളും ഈ ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴും അതേ തട്ടിപ്പ്, ചെറിയ ചെറിയ മ്യൂട്ടേഷൻ സംഭവിച്ച് മനുഷ്യനായി കഴിഞ്ഞാലും മനുഷ്യൻ്റെ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മനുഷ്യന് പരിണാമം സംഭവിക്കുന്നതിനനുസരിച്ച് തന്നെ ഈ വക തട്ടിപ്പുകളും പരിണാമം സംഭവിച്ച് അത് പലവിധ കോലത്തിലും പലവിധ രൂപത്തിലും നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ട്. ഇപ്പോഴും പലതരത്തിലുള്ള ആൾക്കാരെയും തട്ടിക്കുന്ന അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയാക്കുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ചിരി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ വീണ് പോകുന്നുണ്ടല്ലോ എന്ന് പലരും വിചാരിക്കും. പക്ഷേ ഇതേ സാധനം തന്നെ നമ്മളുടെ അടുത്തെത്തുമ്പോൾ നമ്മളുടെ അനുയായികൾ അല്ലെങ്കിൽ നമ്മൾ പിൻപറ്റുന്നവർ അല്ലെങ്കിൽ നമ്മളുടെ മതത്തിൽപ്പെട്ടവർ കാണിക്കാനാകുമ്പോൾ അത് ചിലപ്പോൾ ഒറിജിനലായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്കിത് ദൈവികവും, ബാക്കിയുള്ളവരുടെ കാര്യം വരുമ്പോൾ ഇത് കോമഡിയായി മാറുന്നത് അതുകൊണ്ടാണ്. നമ്മളെ കാര്യം വരുമ്പോൾ നമുക്കിത് ലോജിക്ക് ഒന്നും വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ പേരിലുള്ള തട്ടിപ്പ് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ നമ്മളും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന അവസ്ഥയിൽ ഇപ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ഇതിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കിതിനൊന്നും മറുപടി പറയാനോ അല്ലെങ്കിൽ ഇത് എതിർക്കാനോ സാധിക്കില്ല. അത് കാരണം നമ്മളെല്ലാം അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു ഒരൊറ്റ കാര്യത്തിന്. ബാക്കി എല്ലാത്തിലും നമ്മൾ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അതായത് നമ്മുടെ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളതിന് കീഴ്പ്പെട്ടിരിക്കണം. ബാക്കി എല്ലാവരുടെ കാര്യത്തിൽ നമ്മൾ എതിർക്കുന്നതുകൊണ്ട് തന്നെ ബാക്കി എല്ലാത്തിലും നമ്മൾ പുറത്താണുള്ളത്. അപ്പോൾ അവരുടെ കാണിച്ചു കൂട്ടലും അവരുടെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കളിയാക്കാനൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്കിത് ആത്മീയത നമ്മളിലേക്കും കയറും. അപ്പോൾ ഈ ഒരു തട്ടിപ്പിൻ്റെ ഈ ഒരു തട്ടിപ്പിൻ്റെ അവസരം മുതലെടുത്തുകൊണ്ട് പല ആൾക്കാരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഇപ്പോൾ നല്ലൊരു ബിസിനസ്സായിട്ട് തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആത്മീയത പറയുന്നവരായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഈ തന്ത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ ആരായി കഴിഞ്ഞാലും ഇന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ആദ്യമായിട്ട് ഇവരുടെ കയ്യിലുള്ളത്. നിങ്ങൾ എവിടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കണം. ആളെണ്ണി തലയെണ്ണി കാശ് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കാശ് കൊടുക്കണം. ആ കാശിൻ്റെ തോത് നിങ്ങളുടെ പ്രശ്നം എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചിരിക്കും. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കേട്ട് കഴിഞ്ഞിട്ട് ഇവൻ്റെ നമുക്ക് കുറച്ചധികം കാശ് വാങ്ങാം എന്ന് ആ സിദ്ധൻ അല്ലെങ്കിൽ ആ മന്ത്രവാദി വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യും, നിങ്ങളേന്ന് അത് വാങ്ങിക്കുകയും ചെയ്യും, നിങ്ങളത് കൊടുക്കുകയും ചെയ്യും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഇവരുടെ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും. ഞാൻ പറഞ്ഞില്ല, മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പല വിധത്തിലൂടെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഒരു തീയും പുകയും അല്ലെങ്കിൽ ഒരു അതിൻ്റേതായിട്ടുള്ള അന്തരീക്ഷമുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംഭവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ഈ അനുഭവം മുതലെടുത്തുകൊണ്ട് ഇവർ പലതും മുതലാക്കുന്നുമുണ്ട്. അല്ലാതെ നമ്മൾ സ്വയം വിചാരിക്കാതെ അല്ലെങ്കിൽ നമ്മളുടെ ആത്മനിയന്ത്രണത്തിലല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പലവിധ കാര്യത്തിലും പല ശത്രുക്കളും നിങ്ങൾ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ മരുന്ന് കലക്കി തന്ന് ഇതാക്കി തന്ന് ഇതൊക്കെ നമ്മളെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കും എന്നതല്ലാതെ മാനസികമായി നമ്മളെ ബാധിക്കില്ല. എപ്പോഴാണ് ഇതൊക്കെ നമ്മളെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ബലക്ഷയം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിൽ വിശ്വസിക്കുമ്പോൾ, നമ്മളതിൽ അഡിക്റ്റ് ആവുമ്പോൾ. നിങ്ങളൊരു പ്രേതത്തിനെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുകയാണ്, മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കൂരാക്കൂരിട്ടിൽ നടന്നു പോകുമ്പോൾ ഒരു ഇല അനങ്ങണ കണ്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം ഓടണ കണ്ടാലോ ഒരു പൂച്ചയുടെ കണ്ണിലെ തിളക്കം കണ്ടാലോ നിങ്ങൾക്ക് അത് പ്രേതമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. അതിന് കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ സ്വാധീനിക്കുന്നു എന്നുകൊണ്ടാണ്. അപ്പോൾ ഈ മനസ്സ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മാനസികമായിട്ട് നമുക്ക് ഇതിനൊക്കെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഒരു ഇത് ഇവൻ തട്ടിപ്പാണ് നടത്തുന്നത് എന്നുള്ളത് ബോധ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ നമ്മളിൽപ്പെട്ട 90% ആൾക്കാർക്കും അങ്ങനെയല്ല. അവർക്ക് ഇവരുടെ ഈ ഗിമ്മുകളും അല്ലെങ്കിൽ ഇവരുടെ ഈ തീയും പുകയൊക്കെ കാണുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകണം. അല്ലെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ തുള്ളലും ഈ പറഞ്ഞതും ഞാനിപ്പോൾ ഈ അടിയിലിട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ പലവിധ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പല വീഡിയോസ് നിങ്ങൾക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എനിക്കും അത് ചിരിച്ച് നമുക്ക് ഇവരെന്താണ് ഈ കാണിക്കുന്നത്, ഇവർ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വിചാരിക്കും. ഇതൊക്കെ നടക്കുന്നത് നമ്മളെ
നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലോകത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഇവിടെ ഉള്ളവരൊക്കെ മനുഷ്യന്മാരാണ്. എല്ലാവരുടെയും തൊലിപ്പുറമുള്ള എന്താ പറയുക കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ലാംഗ്വേജ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് എല്ലായിടത്തും നടക്കുന്നതാണ്. ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ തട്ടിപ്പിനിരയാവുന്ന ലക്ഷോപലക്ഷം ജനങ്ങളും ഉണ്ട്. ആ ജനങ്ങളൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന അതിൻ്റെയും മേലെയുള്ള ഈ വക സിദ്ധന്മാരും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന നിങ്ങൾ ഈ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ചിരി വരും. നമുക്ക് ഇത് എന്താണ് ഈ കാണിക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും ഇല്ലേ. പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും ഇവൻ ശരിയല്ല, ഇവൻ ഞങ്ങളെ എതിർത്തുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയാണ് ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങളെ ലോജിക്ക്, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ആ ചിന്താശേഷിയൊക്കെ നിർത്തും. കാരണം അത് നിർത്തണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങളിലിട്ടാം ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നതാണ് വിശ്വാസം. ഞാൻ പറഞ്ഞില്ല, വിശ്വാസം എന്നുള്ളത് ഏറ്റവും നല്ലതൊക്കെ തന്നെയാണ്. വിശ്വാസം നമുക്കൊരു ബലത്തിന് എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ എന്താ പറയുക നമുക്കൊരു ബുദ്ധി അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഈ വക തട്ടിപ്പുകാരെ ഈ വക എന്താ പറയുക കോപ്രായങ്ങൾ കാണിക്കുന്നവരൊക്കെ തിരിച്ചറിയുക, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇല്ലെങ്കിൽ അവർക്കെതിരെ 2 വാക്ക് പറയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മതത്തിൽ പെട്ടവരെ തന്നെ പറയണം. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഉണ്ടാ. നമ്മളൊരു മതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള മതങ്ങളിൽ നടക്കുന്ന തട്ടിപ്പൊക്കെ ധൈര്യമായിട്ട് പുറത്തു പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയായി മാറും. അതേസമയം നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പറയാം ധൈര്യമായിട്ട്. കാരണം അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളെല്ലാവരും എന്ന് ഞാൻ പറയണം കേട്ടോ. നമ്മളെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തെ പ്രശ്നം തീർത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. പക്ഷേ അത് തീർക്കാൻ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ കാണുമ്പോൾ നമുക്കത് തുറന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയണം. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മളെ ഇത്രയായിട്ട് പൊട്ടന്മാരാക്കിയിട്ട് ഒരു കാശുണ്ടാക്കിയിട്ട് ഒരു സൂഹിക്കല്ലേ. ഏത് തങ്ങന്മാർ, ഏത് ഉസ്താദന്മാർ, ഏത് സന്യാസിമാർ, ഏത് അച്ഛന്മാരാണ് പാവപ്പെട്ടവരായിട്ട് പണം ഇല്ലാതെ അല്ലെങ്കിൽ എല്ലാം സർവ്വം ത്യജിച്ചുകൊണ്ട് ഈ വക ആത്മീയതയിലാണ് നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 90% ആൾക്കാരും അവരിവിടുത്തെ ഈ സുഖലോലുപതയും എന്താ പറയുക ഈ ഒരു കാശിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പളുവെളുപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അതിനെനിക്കറിയില്ല എന്താ പറയുക ആ ഒരു സുഖം ആസ്വദിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. വളരെ അപൂർവം ചിലരുണ്ടാവുള്ളൂ നമുക്ക് ഈ ആത്മനിയന്ത്രണമുള്ളവർ അല്ലെങ്കിൽ ഈ യഥാർത്ഥത്തിൽ ആത്മീയതയിലേക്ക് മുഴുകി നിൽക്കണ വളരെയൊക്കെ ചുരുക്കം പേരുണ്ടാവുള്ളൂ. അവരെങ്ങനെ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളിലോ കാണാനും സാധിക്കില്ല. അവർ ഇതേപോലുള്ള തട്ടിപ്പുകളിലേക്ക് ഇറങ്ങി വരെയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ സത്യമാണോ മിഥ്യയാണോ എന്നുള്ളതൊക്കെ അതൊക്കെ വേറൊരു ചർച്ചയാണ്. എന്നിരുന്നാൽ കൂടി ഇത്തരം തട്ടിപ്പുകളിൽ നമ്മൾ വീഴാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോവുക. കാരണം ഞാനിപ്പോൾ 100% ഉറപ്പിച്ച് പറഞ്ഞതെല്ലാം തട്ടിപ്പാണ് എന്നുള്ളതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിലും നമ്മൾ അധികരിച്ച് വിശ്വസിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ പവറൊക്കെ കിട്ടാൻ പാടുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ബാക്കി എല്ലാവരും പറ്റിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതേ വിശ്വാസം അല്ലെങ്കിൽ അതേ ഇതന്നെയാണ് അവരുടെയും ചിന്തയിൽ. അവരുടെ ആൾ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം തട്ടിപ്പാണെന്ന് അവർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൽ നിന്നും പുറത്തിടുന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാതും അവരവരുടെ ദൈവം പവർ കൊടുത്തിട്ടല്ല ചെയ്യണത്. അപ്പോൾ ഇതിലേതാണ് ശരിക്കുള്ള ദൈവം അല്ലെങ്കിൽ ആരാണ് ഇവർക്ക് ശരിക്കും പവർ കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനൊന്നും ഒരറ്റം കിട്ടൂല. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാവരും പവർ കിട്ടിയിട്ടൊന്നുമല്ല. ഇത് ഒക്കെ ഒരു അഭിനയമാണ് അല്ലെങ്കിൽ ഒരു മാജിക്കാണ്, ഒരു ഗിമ്മിക്കാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 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 തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുക. പിന്നെ എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിലും ഉപരി വിശ്വാസം എന്നുള്ളൊരു ഇതാണ്. കണ്ണും അടച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ പ്രശ്നം. ചില കാര്യങ്ങളൊക്കെ കണ്ണും അടച്ച് വിശ്വസിക്കാതെ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ സത്യമാവാൻ സാധ്യതയില്ല, നമ്മളെ പൊട്ടന്മാരാക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളത് കണ്ടു നോക്കുക. പരമാവധി മാറി നിൽക്കുക ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നോക്കട്ടെ. ഓക്കെ, ബൈ.